അവിനാശ് വിളിക്കുന്നു. നീ തന്നെ മറുപടി പറയും. ഹലോ അവിനാശ്. വൈജയന്തി, സംഭവിച്ചത് സംഭവിച്ചു. ആ പണം പോയി. പക്ഷേ നമ്മുടെ പ്ലാനിൽ നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല. അത് നടക്കണം. നീ പറയുന്ന പോലെ നമ്മുടെ ഈ പ്ലാൻ ഇനി എങ്ങനെ നടക്കാന്? പണം ഇനി എങ്ങനെ കിട്ടും? ആര് തരും അവിനാശ്? ഞാൻ തരും. അവർക്ക് കൊടുക്കാനുള്ള പണം എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. എഗ്രിമെന്റ് ഞാൻ പറയുന്ന പോലെ എഴുതണം. അവരുടെ മുഴുവൻ പ്രോപ്പർട്ടിയും എന്റെ പേരിൽ തന്നെ വരണം. ഓക്കെ, നാളെ രാവിലെ ഞാൻ പണം നിങ്ങളെ ഏൽപ്പിക്കാം. അല്ല, ഇതിന് ഞങ്ങൾക്കെന്താ ലാഭം? DK വരച്ചവരെ നിർത്തി ബിസിനസ്സിൽ തിരികെ കയറാനോ നഷ്ടപരിഹാരം വാങ്ങാനോ ഉള്ള അവസരം നിങ്ങൾക്ക്. എനിക്ക് എന്റെ സ്വപ്നം. പിന്നെ ആ പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്നതിൽ ഒരു പങ്ക് അതും ഞാൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. എഗ്രീഡ്? ശരി, സമ്മതിച്ചു. അപ്പോൾ പിന്നെയും പന്ത് നമ്മുടെ കോർട്ടിൽ. നമ്മൾ ഗെയിം തുടങ്ങുന്നു. DK വീഴ്ത്താൻ. വാങ്ങിച്ചു സുധേട്ടാ. ഇതൊന്നും ഞങ്ങളുടെ പണമല്ല, എല്ലാം ബിസിനസ്സാണ്. അതുകൊണ്ട് പലിശ കൃത്യമായിരിക്കണം. ഒരു 2 മാസത്തെ സമയം മതി. അതിനകം ഇത് വിറ്റ് നിങ്ങളുടെ കടം വീട്ടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ധൃതി പിടിച്ച് വീട് സ്ഥലവും വിൽക്കണമെന്നൊന്നുമില്ല. സാവധാനം മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തി പണം തന്നു തീർത്താലും മതി. ഇനി ഇതിൽ കൂടി ഒപ്പിട്ട് നൽകിയ ഞങ്ങളുടെ ജോലി തീർന്നു. വിശ്വാസക്കുറവുകൊണ്ടല്ല, എന്നാലും ബിസിനസിന്റെ രീതികൾ ഇതായതുകൊണ്ട്. അല്ല, ചീട്ടുകളി ദിവസം അമരാവതിയിൽ ഉണ്ടായതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അതൊക്കെ DKയും ഞാനും തമ്മിലൊരു മത്സരത്തിന്റെ ഭാഗമായി കണ്ടാ മതി. ഞങ്ങളുടെയും കൂടെ അധ്വാനത്തിന്റെ ഫലമാണ് DK റെസ്റ്റോറന്റ്. അതിൽ നിന്നും DK ഞങ്ങളെ ചതിച്ചാ പുറത്താക്കിയത്. അത് തിരിച്ചു കിട്ടാനുള്ള നിയമപരമായ പോരാട്ടത്തിലാ ഞങ്ങളിപ്പോ. നിങ്ങൾ തമ്മിലുള്ള വഴക്കും വിരോധമൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ വീടിന് ഇപ്പോഴും ആവശ്യക്കാരുണ്ട്. ഇത് വിറ്റാലുടൻ ഞങ്ങൾ നിങ്ങളുടെ കടം വീട്ടും. ആ കടലാസിന് ഞാൻ ഒപ്പിട്ട് തരാം.
ഇതുവരെ ഇങ്ങനെ ഏർപ്പാട് ജീവിതത്തിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്കും ഇത് ആദ്യത്തെ കച്ചവടം തന്നെയാടോ കിളവ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. തൽക്കാലം ഞങ്ങൾ ഈ പണം തന്ന് സഹായിച്ചത് DK അറിയാതിരിക്കുന്നതാണ് നല്ലത്. അത് ചിലപ്പോ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. ആരുടെയോ ഒന്നും ദാനമായിട്ട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടുമില്ല. പക്ഷേ ഞാനിപ്പോ ഒരു വലിയ കടക്കാരനായി. പണം അടച്ച ശേഷം ഡോക്യുമെന്റ്സ് അവിനാശിനെ ഏൽപ്പിച്ചാ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് കൂടി ഏൽപ്പിക്കാൻ മറക്കണ്ട. അപ്പൊ ശരി. ഓ, എന്ന് നമുക്ക് ബാങ്കിലേക്ക് പോയാലോ? പോവാം. മോള് വിഷമിക്കണ്ട, ഈ കടം അച്ഛൻ വേഗം തീർക്കും. ഈ വീട് വിൽക്കാൻ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? എനിക്കറിയാം അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതെന്തോ ആവട്ടെ, ഒരു കാര്യം അച്ഛൻ ഉറപ്പ് വരാം, നിന്റെ ഇഷ്ടത്തിനെതിരായി നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അത് ഈ അച്ഛൻ മോൾക്ക് തരുന്ന വാക്കാ. മോള് പേടിക്കണ്ട. ആ, പ്രേമോളെ, ചേച്ചി ഓ ചേച്ചി, എന്റെ ജീവിതം തീർന്നു. ചേച്ചിക്കൊരു അബദ്ധം പറ്റിയതല്ലേ മോളെ? ആ പണം മോഷ്ടിച്ചോണ്ട് പോകുന്നു ചേച്ചി കരുതിയോ? മോളെ സമാധാനിക്ക. എന്തായാലും DK വരട്ടെ, ചേച്ചി എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വേണ്ട ചേച്ചി, ഇനി ഒരു വഴി അന്വേഷിക്കണ്ട. പണത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. എങ്ങനെ? ആ മൂർത്തിയും വൈജയന്തിയും കൂടെ വന്ന് പണം തന്നു. എല്ലാം ആ അവിനാശിന്റെ ഏർപ്പാടാ. എന്റെ ജീവിതം ഇതോടെ അവസാനിച്ചു. അവനിനി എന്നോട് അധികാരം കാണിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? എന്തൊക്കെയോ മുദ്രക്കടലാസുകളിൽ അച്ഛനെ കൊണ്ട് അവൻ ഒപ്പിടിച്ചോണ്ട് പോയി. ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? ചേച്ചി ചേച്ചി
ആര് പറഞ്ഞിട്ട് നിന്നോട് ഇങ്ങോട്ട് വരാൻ? പറയടി. ബാധ്യതകളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിനാണെന്ന്? ബാധ്യതകൾ തീർന്നില്ലല്ലോ, പഴയതിനേക്കാൾ കൂടിയതല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? ബാങ്കിൽ ലോൺ തീർത്തില്ലേ? എന്നിട്ട് ഈ വീടിന്റെ പ്രമാണം എവിടെ മമ്മി? പറയച്ചാ, എവിടെ ഇപ്പൊ നമ്മുടെ വീടിന്റെ ആധാരം? മോളെ അത് ദേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിക്കണ്ട. ഞാൻ പറയാം, കാശ് കടം തരുന്നവന് അതിന്റെ ദണ്ണവും കാണും. അപ്പൊ ഒരു ഉറപ്പിന് ഇതുപോലെ വാങ്ങിച്ചവന് വീടിന്റെ ആധാരം കൊടുക്കേണ്ടി വരും. അതിനിങ്ങനെ കിടന്നേ തുള്ളിയിട്ട് ഒരു കാര്യമില്ല. എന്ത് അബദ്ധമാ മമ്മി നിങ്ങളെ കാണിച്ചു വെച്ചിരിക്കുന്നേ? കൊള്ള പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുടെ കയ്യില് വീടിന്റെ ആധാരം ചെന്ന് പെട്ടാലുണ്ടാവുന്ന ദോഷം എന്താന്ന് മമ്മിക്ക് അറിയത്തില്ലേ? അച്ഛനെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലേ അച്ഛാ? മോളെ, ആ അവസ്ഥയിൽ അച്ഛന് വേറെ മാർഗമില്ലാതായിപ്പോയി. മോളുടെ കയ്യിലെ പണം നഷ്ടപ്പെട്ടപ്പോ പെട്ടെന്ന് പണമടയ്ക്കാനായി തൽക്കാലം ഒന്ന് കടം വാങ്ങിയെന്നേ ഉള്ളൂ. വേണ്ടെന്ന് പറഞ്ഞതാ. മോള് വിഷമിക്കണ്ട. ഇത് വിൽക്കാനുള്ള പാർട്ടിയെ അച്ഛൻ ഉടനെ കൊണ്ടുവരും. എന്തോന്ന് വിൽക്കാനോ? അതിനിമ്മണി പുളിക്കും. ഈ വീട് വിൽക്കാൻ എനിക്ക് സമ്മതമല്ല. അതിന് വെച്ച വെള്ളം എല്ലാരും കൂടി അങ്ങ് വാങ്ങി വെച്ചാ മതി. നീ എന്ത് വിഡ്ഢിത്തവാ ആശാലത ഈ പറയുന്നത്? അപ്പൊ അവിനാശിന് കൊടുക്കാനുള്ള പണം ആര് കൊടുക്കും? എങ്ങനെ കൊടുക്കും? ആ, അതൊന്നും എനിക്കറിയാൻ മേല. പത്മാവതി അമ്മ കൊടുത്ത പണം കൊണ്ടുകളഞ്ഞത് ഇവളല്ലേ? അതിനിപ്പോ കാശിന് പഞ്ഞുള്ള വീടൊന്നും അല്ലല്ലോ അത്. പോയി ഭർത്താവിനോട് പറഞ്ഞ് കടം തീർക്കാനുള്ള പണം ഇവള് തന്നെ വാങ്ങിച്ചോണ്ട് വരട്ടെ. അല്ലാതെ ഈ വീട് വിൽക്കാം, പണയം വെക്കാം, അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ആർക്കും വേണ്ട. എടി, ഇവളുടെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ട കാര്യം DK ഇനിയും അറിഞ്ഞിട്ടില്ല. നാളെ അയാൾ വരുമ്പോ എന്തായാലും അതറിയും. അപ്പൊ പിന്നെ ഇനി 25 ലക്ഷം കൂടി അയാൾ കൊടുക്കൂ. അതെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആശാലതേ, നീ ഞാൻ പറയുന്നത് കേൾക്കും. അഭിമാനം പണയം വെച്ചുള്ള ഒരു കളിയും നമുക്ക് വേണ്ട. മരുമോന്റെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും പണം വാങ്ങിച്ച് നമ്മുടെ ബാധ്യത തീർക്കാന്ന് വെച്ചാ എന്ത് മാനക്കേടാത്? ആ പേരുദോഷം വീണ്ടും വീണ്ടും നമ്മൾ തലയിൽ ചുമക്കണോ? നമുക്ക് ഈ വീട് വിറ്റിട്ട് വേറൊരു ചെറിയ വീട് വാങ്ങാം. അച്ഛാ, എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമല്ലേ? അതിനുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട. മനുഷ്യ, നിങ്ങളെ കടയിൽ പോയി 10 മുട്ട വാങ്ങിച്ചോണ്ടു വാ. വേഗം വേണം. ഇപ്പൊ തന്നെ വേണോ ആശാലതേ? വേണം. മമ്മി എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ? അവിനാഷിന് ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കാനാണോ? സ്വാതന്ത്ര്യം മാത്രമല്ല, ചിലപ്പോ അവകാശവും കൊടുത്തുന്നിരിക്കും. എന്തവകാശം? മരുമകന്റെ അവകാശം. വേണ്ടി വന്ന പ്രിയെ അവിനാശിന് വിവാഹം കഴിച്ചു കൊടുക്കാനും ഞാൻ മടിക്കില്ല. എന്നാലും ഈ വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല.
ബേട്ടി എന്തിനാ വിഷമിക്കുന്നത്? പണത്തിന്റെ കാര്യം ഓർത്തിട്ടാണോ? അമ്മ മോൾക്ക് വേറെ പണം തരാം, അതുകൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കാം. വേണ്ടമ്മ, ബാങ്കിലെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അതെങ്ങനെ? പണം എവിടുന്ന് കിട്ടി? അത് പിന്നെ അച്ഛന്റെ ഏതോ ഒരു ഫ്രണ്ട് സഹായിച്ചു. അപ്പോ ആ ഫ്രണ്ടിന്റെ കാശ് തിരിച്ചു കൊടുക്കണ്ടേ? അത് നമുക്ക് കൊടുക്കാം. പണത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും ദേ അമ്മയോട് ചോദിച്ചാ മതി കേട്ടോ. സാരില്ലമ്മ, അമ്മയുടെ 25 ലക്ഷം കൊണ്ട് കളഞ്ഞില്ലേ ഞാൻ. അതിന്റെ കൂടെ ഇനി ഒന്നുകൂടി അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നോ ബേട്ടി, നോ ബുദ്ധിമുട്ട്. ഐ ആം ഹാപ്പി. ഇതൊക്കെ നിന്റെ പണം തന്നെയാണെന്ന് കരുതിയാ മതി. പക്ഷെ നീയും വീട്ടുകാരും ആരുടെ മുന്നിലും കടക്കാരാകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. സമയമാകുമ്പോ ഞാൻ ചോദിച്ചോളാം. ഓക്കെ, അത് മതി. ദേ ഇനി ഒന്ന് സ്മൈല് ചെയ്യൂ ബേട്ടി. ചിരിക്ക്. അങ്ങനെ സ്മൈലേ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നല്ലേ പറയുന്നത്. ചിരിക്ക്, ചിരിക്കടി, ചിരിക്ക്. ചിരിയേ ആരോഗ്യത്തിന് നല്ലതാ. ഓക്കെ. എന്നിട്ട് DK എന്ത് പറഞ്ഞു? അവളെ ചീത്ത പറഞ്ഞു? പറഞ്ഞു, എന്നെ ചീത്ത പറഞ്ഞു. എന്താ? ഇത്തരം സില്ലി കാര്യങ്ങൾക്ക് മേലിൽ എന്നെ വിളിച്ചു പോകരുതെന്ന്. അതെന്താ DK അങ്ങനെ പറഞ്ഞത്? ഇനി തിരിച്ചു വരുമ്പോ അവളോട് നേരിട്ട് ചോദിക്കാനാണോ? അല്ല, അമ്മയുടെ പണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ടെന്ന്. അപ്പൊ അവിടെ നമ്മള് ശശിയായി. ഏയ് ബേട്ടീസ്, നിങ്ങളുടെ ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മേലിൽ ഈ കാര്യത്തെ കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. ഉണ്ടായാൽ രണ്ടിനെ അന്ന് അടിച്ചു പുറത്താക്കി ഞാൻ. അണ്ടർസ്റ്റാൻഡ്? മൈൻഡ് ഇറ്റ്. എല്ലാം ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞല്ലോ. ആകെ നാണക്കേടായി. ലിപ്സ്റ്റിക്ക് കൂടിപ്പോയോ? അത്രയ്ക്കൊന്നുമില്ല. ഈ വീട്ടിലെ മരുമക്കളായി കമ്പയർ ചെയ്ത് നോക്കിയാ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അവളുമാരൊക്കെ ലിപ്സ്റ്റിക്ക് ചുണ്ടിലല്ലോ, വാരി അങ്ങ് തിന്നുമല്ലേ. വീടിന്റെ താക്കോലെവിടെ? ഇനി ഇവിടെ തന്നെ വച്ചാണല്ലോ. ഇതെവിടെ പോയി? ഇനി ആരെങ്കിലും അടിച്ചു മാറ്റിയതാണോ?